ഫ്രണ്ട്സ്, ഞാനിപ്പോ ഉള്ളത് ഹർഷ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ലൈബ്രറിയുടെ ഇൻസൈഡ് ആണ് കേട്ടോ. നമ്മുടെ ഒപ്പം ഉള്ളത് അൽക്കനന്ദയാണ്. അൽക്കനന്ദ BBA സ്റ്റുഡന്റ് ആണ്. സോ നമുക്ക് അൽക്കനന്ദയുടെ എക്സ്പീരിയൻസ് ഒന്ന് കേട്ട് നോക്കിയാലോ. അൽക്കനന്ദ ഏത് കോഴ്സാണ് പഠിക്കുന്നത്? ഏത് ഇയറിലാണ്? BBA ഏവിയേഷൻ ഫസ്റ്റ് ഇയർ. ഓക്കെ. അൽക്കനന്ദ എവിടെ നിന്നാ വരുന്നത്? കോഴിക്കോട്. കാലിക്കറ്റ് എവിടെ നിന്നാണ്? വില്യാപ്പള്ളി. ഓക്കെ. ക്യാമ്പസിൽ വന്നതിന് ശേഷം എങ്ങനെയുണ്ട്? ക്യാമ്പസ് ലൈഫ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയാണ്? നല്ല ഫ്രണ്ട്സ് ആണ്. ഒരുപാട് മലയാളീസ് ഉണ്ട്. നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് വന്നതാണോ അതോ ഒറ്റയ്ക്കാണോ വന്നത്? ഒരു ഫ്രണ്ടിന്റെ കൂടെയാണ്. ഒരുമിച്ചാണ് വന്നത്. വേറെ മലയാളി സ്റ്റുഡൻസും ഉണ്ടോ നിങ്ങളുടെ ക്ലാസ്സിൽ? ഒരുമിച്ചുണ്ടോ? ഉണ്ട്. BBA ഏവിയേഷൻ ആണ് പഠിക്കുന്നത്. എങ്ങനെയാണ് വരുന്നതിന് മുമ്പ്, അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് മറ്റ് കരിക്കുലം ആക്ടിവിറ്റീസിനെ പറ്റിയൊക്കെ ചെക്ക് ചെയ്തായിരുന്നോ? എന്തെങ്കിലും എക്സ്ട്രാ ഇൻഫർമേഷൻസ് കിട്ടിയായിരുന്നോ? IV പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയിരുന്നു? എന്താ പറഞ്ഞത്? എയർപോർട്ട് വിസിറ്റ്, അങ്ങനെ ഒരുപാട്. ഫസ്റ്റ് ഇയറിലാണോ അതോ സെക്കൻഡ് ഇയറിലാണോ? ഫസ്റ്റ് സെം കഴിഞ്ഞ് സെക്കൻഡ് സെമ്മില്. ഓക്കെ. ദെൻ സീനിയേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? നമ്മൾ നോർമലി മലയാളി സ്റ്റുഡൻസ് വരുമ്പോ റാഗിങ് ഇഷ്യൂസ് ഉണ്ടോ? അങ്ങനെ പാരന്റ്സിന് കുറച്ച് ടെൻഷൻ ഉണ്ടാവില്ല? റാഗിങ് ഒന്നുമില്ല ഇവിടെ. റാഗിങ് ഒന്നുമില്ല. സീനിയേഴ്സ് ഒക്കെ കംഫർട്ടബിൾ ആണ്? എല്ലാരും കംഫർട്ടബിൾ ആണ്. ഓക്കേടാ. ദെൻ ഹോസ്റ്റൽ ആണോ യൂസ് ചെയ്യുന്നത്? നമുക്ക് ഇവിടെ ഇൻസൈഡ് ക്യാമ്പസ് ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ടെന്ന് അറിഞ്ഞു. ദെൻ ഹോസ്റ്റൽ ആണോ യൂസ് ചെയ്യുന്നത്? അല്ല, ഞാൻ PG ആയിരുന്നു. ഓൾറെഡി ഇവിടെ ഫിൽ ആയി പോയിരുന്നു. അഡ്മിഷൻ എടുത്ത സമയത്ത് ഇവിടെ ഫിൽ ആയി പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഫ്രണ്ട്സ് ഉണ്ടോ? ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ആൾക്ക് എടുത്തിരിക്കുന്ന ഹോസ്റ്റൽ ഇവിടെ നിയർ തന്നെയാണോ? നിയർ. അപ്പൊ എങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ്? ബസ് ഉണ്ട്. കോളേജ് ബസ് അവൈലബിൾ ആണ്. എക്സ്ട്രാ പേയ്മെന്റ് ചെയ്ത കോളേജ് ബസ്. ഫീസ് കാര്യങ്ങളൊക്കെ അഫോർഡബിൾ ആണോ? അഫോർഡബിൾ. ഓക്കെ. എനിവേ ഫുള്ളി ഹാപ്പിയാണ്. ഓക്കേടാ. ഓക്കെ. എങ്ങനെയാ നമ്മൾ ഹർഷനെ പറ്റിയിട്ട് എങ്ങനെയാ, കോളേജിനെ പറ്റിയിട്ട് അറിഞ്ഞത് എങ്ങനെയാ? ഏജൻസി വഴിയാണ്. ഫുൾ പ്രോസസ് ഏജൻസി വഴിയായിരുന്നോ അതോ ഡയറക്റ്റ് വിസിറ്റ് ചെയ്തതിന് ശേഷമാണോ? ഏജൻസി വന്നിട്ട് വിസിറ്റ് ചെയ്തു. ഡയറക്റ്റ് ഏജൻസി ത്രൂ വിസിറ്റ് ചെയ്ത് അഡ്മിഷൻ എടുത്തു. ഓക്കെ. സോ ഗൈസ്, നമുക്ക് നമ്മുടെ അൽക്കയുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കേട്ടല്ലോ അല്ലേ? സോ നമ്മുടെ സ്റ്റുഡൻസിന് ആർക്കെങ്കിലും മാനേജ്മെന്റ് കോഴ്സോ മറ്റേതെങ്കിലും തരത്തിലുള്ള കോഴ്സസോ കംപ്ലീറ്റ് ചെയ്യാൻ ഹർഷ ചൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക.